കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ എത്തിയ ഗോത്രവംശർ കാട്ടിലും മേട്ടിലും അലഞ്ഞു തിരിഞ്ഞ് മൃഗങ്ങളുടെ അസ്ഥികളും കല്ലുകളും മരത്തടികളും ആയുധങ്ങളാക്കി വേട്ടയാടിയും പഴങ്ങളും മറ്റും കഴിച്ചും ശിലാഗുഹകളിൽ അന്തിയുറങ്ങിയും ഇവിടെ ജീവിച്ചു. ഇവിടേക്ക് ആദ്യം എത്തിയത് നെഗ്രിറ്റോയിഡ് വംശമാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് വന്ന പ്രോട്ടോ ആസ്ട്രലോയിഡ് വംശം അവരോട് കൂടിച്ചേർന്നതായും ചരിത്രം പറയുന്നു. ആ കൂടിച്ചേരലായിരിക്കാം മിനുസമുള്ള ശിലായുധങ്ങളും സൂക്ഷ്മ ശിലായുധങ്ങളും നിർമ്മിക്കപ്പെട്ടത്. ഉയരം കുറഞ്ഞ് കറുത്ത നിറവും ചുരുണ്ട മുടിയും പതിഞ്ഞ മൂക്കും ഇവരുടെ സവിശേഷതകളായിരുന്നു. ഇന്ന് കാണാൻ സാധിക്കുന്ന ഇരുളർ, കുറിച്ചർ, കരിമ്പാലന്മാർ, മലയറിയർ, മലവേടർ തുടങ്ങിയവരിലെല്ലാം ഈ ഒരു സവിശേഷതകൾ കാണാൻ സാധിക്കും. പിന്നീടാണ് അവർ അമ്പും വില്ലും ഉപയോഗിച്ച് തുടങ്ങിയത്. അതിൽ അമ്പിന്റെ അറ്റത്ത് ചെറിയ ശിലായുധങ്ങൾ തന്നെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇത് നായാട്ടിനെ എളുപ്പമാക്കി. കേരളത്തിലെ നാഗാരാധനയുടെ ആരംഭം ഇവരിൽ നിന്നുമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആസ്ട്രലോയിഡുകൾക്ക് ശേഷം കേരളത്തിലേക്ക് വന്നെത്തിയത് മെഡിറ്ററേനിയൻ വർഗ്ഗക്കാരായിരുന്നു. ഗ്രീക്കിനെ ആക്രമണത്തിൽ മെഡിറ്ററേനിയൻ ഭാഗത്തു നിന്നും പലായനം ചെയ്തു വന്നവർ. അവർ 3 വിഭാഗങ്ങളായാണ് ഇന്ത്യയിലേക്ക് കടന്നത്. ഒന്നാമത്തെ വിഭാഗം സിന്ധിൽ താമസിച്ചു. അവരായിരിക്കാം ഹാരപ്പൻ സിവിലൈസേഷൻ. രണ്ടാമത്തെ വിഭാഗം പടിഞ്ഞാറൻ ഇന്ത്യയിലും മൂന്നാമത്തെ വിഭാഗം ദക്ഷിണേന്ത്യയിലേക്കും വന്നു. അവർ ദക്ഷിണേന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ചു. ചരിത്രകാരന്മാർ പറയുന്ന ദ്രാവിഡ സംസ്കാരം ഇവരുടെ സംസ്കാരത്തിൽ നിന്നും വന്നതായിരിക്കാം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.